ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ എങ്ങനെ വീട്ടിൽ സിമ്പിളായിട്ട് ചെടിച്ചട്ടി തയ്യാറാക്കാമെന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഉണ്ടാക്കുന്നത് ഉമ്മി അനിയത്തി കൂടിയാണ്. അപ്പോൾ മെയിൻ അനിയത്തിയാണ്. അവൾക്ക് കഴിയാത്തത് അത് മിക്സ് ചെയ്യാനൊന്നും അവൾക്ക് കഴിയില്ലല്ലോ, അപ്പോൾ അതൊക്കെ ചെയ്ത് കൊടുക്കുന്ന ഉമ്മയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതൊരു ഹാങ്ങിങ് പോട്ടാണ്. ഈ ചട്ടിക്ക് 2 ചട്ടി മണലാണ് എടുത്തിട്ടുള്ളത്. ഞങ്ങളൊരു 5 ചട്ടി ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതേ ചട്ടിക്ക് 1.5 ചട്ടി സിമൻറ്റുമാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ചട്ട ഉപയോഗിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം വെള്ളം ഉപയോഗിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഈ മോൾഡിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇത് യൂസ് ചെയ്ത് ഒഴിവാക്കിയ ഓയിലാണ്. ഇനി ഇതിലേക്ക് ഇറക്കി വെക്കാനുള്ള ചട്ടിയുടെ പുറകുവശത്ത് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഈ കൂട്ട് ഈ മോൾഡിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇറക്കി വെക്കാനുള്ള ചട്ടിയിൽ ഭാരത്തിന് വേണ്ടി നമുക്ക് കുറച്ച് മണലിട്ട് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്യാം. ശേഷം ഒരു കമ്പ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് അമർത്തി കൊടുക്കണം. ഇങ്ങനെ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലും ഫില്ല് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഉള്ളിലെവിടെയെങ്കിലും ഫില്ല് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ അവിടെ എല്ലാം ഒന്ന് ഫില്ലായി കിട്ടാനാണ്. നന്നായി ഒന്നുകൂടി പ്രസ് ചെയ്ത ശേഷം നമുക്ക് ഉള്ളിൽ വെച്ച ചട്ടി ഒന്ന് പതിയെ പൊക്കിയെടുക്കണം. ഇനി ഇതിൻ്റെ ഉള്ളിലോട്ട് മണൽ ടൈറ്റായിട്ടൊന്ന് ഫില്ല് ചെയ്ത് വെക്കുക.
പിന്നെ കാർഡ്ബോർഡ് ചട്ട ഉപയോഗിച്ചിട്ട് ഈ രൂപത്തിലൊന്ന് കമഴ്ത്തിയെടുക്കുക. ശേഷം ഒന്ന് മെല്ലെ തട്ടി കൊടുക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് പതിയെ പൊക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ ചട്ടി റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്കിതിന് ഹോൾസ് ഇട്ട് കൊടുക്കണം. ഞങ്ങളിതുപോലെ 5 ചട്ടികൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നമുക്കൊരു 12 മണിക്കൂർ ഉണങ്ങാൻ വെക്കണം. ഇതിനുള്ളിൽ ഫില്ല് ചെയ്ത് വെച്ച മണലെല്ലാം നമുക്ക് പുറത്തെടുക്കാം. ഇത് 4 ദിവസം വെയിലത്ത് വെക്കണം. നല്ലതുപോലെ നനച്ചു കൊടുക്കും വേണം, അല്ലെങ്കിൽ വിള്ളൽ വീഴാൻ സാധ്യതയുണ്ട്. ഞങ്ങളിതുപോലെ മുമ്പ് കുറച്ച് ചട്ടികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് നന്നായി ഉണങ്ങി വന്നതിന് ശേഷം പെയിൻ്റ് അടിക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ടെറാക്കോട്ട കളർ എക്സ്റ്റീരിയർ എമൽഷനാണ്. ഇതിൽ നമ്മൾ വാട്ടർ ചേർക്കണം പെയിൻ്റ് അടിക്കുമ്പോൾ. നമുക്ക് ചട്ടികൾ ഓരോന്നായിട്ട് പെയിൻറ് ചെയ്തെടുക്കാം. ഇതിൽ മണ്ണ് ഫില്ല് ചെയ്താലും കുറച്ച് ഭാഗം കൂടി കാണുമല്ലോ, ആ ഭാഗത്തു കൂടി നമുക്കൊന്ന് പെയിൻ്റ് അടിച്ചു കൊടുക്കാം. ഞങ്ങൾ എല്ലാ ചട്ടിയും ഇതുപോലെ പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഉണങ്ങാൻ വെക്കണം.
ആദ്യം തന്നെ ഇതിലേക്ക് കുറച്ച് മെറ്റൽ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഇട്ട് വെച്ച ഹോൾസിൽ മണ്ണ് വീണ് അടയാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ചാണകപ്പൊടിയും മണ്ണും കൂടി മിക്സ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ പ്ലാന്റ് ഇതിലോട്ട് സെറ്റ് ചെയ്യാം. എല്ലാ ചട്ടികളിലും പ്ലാന്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ വീട്ടിലുള്ള കുറച്ച് ചെടികളാണ്. ഞങ്ങളിത് മതിൽമേലാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നല്ല ഭംഗിയാണ് കാണാൻ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിയേക്കണേ. അടുത്ത നല്ലൊരു വീഡിയോ വരുന്നതിലേക്കും അസ്സലാമു അലൈക്കും.